ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലി നായകനാക്കി സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ഈ മലയാളം ഫാമിലി കോമഡി ഡ്രാമയെക്കുറിച്ചാണ് ഇന്ന്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്ത് കുറെ പാവം പുരുഷന്മാരുടെ ജീവിതം തകർക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ ബലിയാടാകേണ്ടി വന്ന സഹദേവൻ എന്ന യുവാവിനെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. നല്ലൊരു സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. എപ്പോഴും ഇരകൾ സ്ത്രീകളല്ല, സ്ത്രീകളെ സംരക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ പഴുതുകൾ മൂലം ഒരുപാട് പുരുഷന്മാർ ഇരകളാകേണ്ടി വന്നിട്ടുണ്ട് എന്ന വസ്തുതയാണ് സിനിമ പറയുന്നത്. എപ്പോഴും സ്ത്രീകളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ആണുങ്ങളുടെ കാര്യം കൂടി പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇപ്പോ കരഞ്ഞാൽ പുരുഷത്വം നഷ്ടമാകും, സോഫ്റ്റ് ആകരുത് ഒരു പുരുഷൻ, ഒരു പ്രായം കഴിഞ്ഞാൽ കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും ആണുങ്ങളുടെ തലയിൽ വരും എന്നൊക്കെയുള്ള നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ സിനിമ. ഈ വിഷയം തിരഞ്ഞെടുത്തത് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. നല്ല പെർഫോമൻസുകൾ, ചില നല്ല നർമ്മ മുഹൂർത്തങ്ങൾ, എന്ന് വെച്ചാൽ തലകുത്തി മറിഞ്ഞിരിക്കാനുള്ള ഒന്നുമില്ല, എങ്കിലും അവിടെയൊക്കെ ചില നല്ല കോമഡികൾ വർക്കായിട്ടുണ്ട്. ഇനി ഈ പടത്തിലെ ചില സീനുകൾ ഇതിന്റെ OTT ഇറങ്ങി കഴിയുമ്പോൾ റീൽസിലൊക്കെ ആയിട്ട് വൈറലാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഒരു പെണ്ണുകാണൽ സീനൊക്കെ. ആസിഫ് അലി തനിക്ക് കിട്ടിയ റോള് പതിവ് പോലെ വളരെ ക്ലീൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ നിഷ്കളങ്കനായ സ്നേഹം നിറഞ്ഞ ഒരു പാവ മനുഷ്യനാണ് സഹദേവൻ. അയാളുടെ നിസ്സഹായത, ഫ്രസ്ട്രേഷൻ ഒക്കെ സട്ടിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ ആസിഫ് വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നായികയായിട്ട് വന്ന തുളസി പുതുമുഖാണെന്ന് തോന്നുന്നു, കൊള്ളാം. അതുപോലെ അഡ്വക്കേറ്റ് ആയിട്ട് വന്ന ശ്രേയ രുക്മിണിയും നൈസായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ട് വന്ന ആനന്ദ് മന്മഥനും അസീസ് നെടുമങ്ങാടും കൈയടി നേടുന്നുണ്ട്. ജഗദീഷ്, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ് ഭരതന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് കണ്ടപ്പോൾ ഒരുപാട് കുറച്ച് വരുമെന്ന് പ്രതീക്ഷയെങ്കിലും പിന്നീട് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാട്, നീരജ രാജേന്ദ്രൻ, ജോജി, വിജയകുമാർ തുടങ്ങിയവരും പടത്തിലുണ്ട്. അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ ക്യാമറ, സോബിൻ സോമന്റെ എഡിറ്റിംഗ്, ബിജിബാൽ, രാഹുൽ രാജ്, മുത്തു, ക്രിസ്റ്റി ജോബി എന്നിവർ ചേർന്നൊരുക്കിയ മ്യൂസിക്, രാഹുൽ രാജിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ജസ്റ്റ് ഓക്കെ ഫീൽ ആയിരുന്നു. സംവിധായകൻ തന്നെയാണ് തിരക്കഥയും ഒരുക്കിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലെ കോടതി പ്രൊസീജിയേഴ്സിലെ നാടകീയതയാണ് പടത്തിലെ മെയിൻ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പ്രൊഫഷണലി എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും കോടതിയിൽ ഇങ്ങനെ പ്രതിഭാഗത്ത് നിൽക്കുന്ന ഒരാള് വാദിയായിട്ട്, അതും വക്കീലുള്ളപ്പോൾ തന്നെ ഇത്രയും വലിയ വാഗ്വാദം ഒക്കെ നടത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതും ഇതിലെ നായകനാണെങ്കിൽ തന്നെ ആദ്യം കോടതിയിൽ കൈവിറയ്ക്കുന്ന ടൈപ്പ് പേടിയുള്ള ഒരാളാണ്. അയാള് വക്കീലിന്റെ സാന്നിധ്യത്തിൽ വളരെ അച്ചടി ഭാഷയിലുള്ള മലയാളം, അതും വളരെ ഫ്രെയിംഡ് ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ പറയുന്നത് കുറച്ച് അവിശ്വസനീയമായിട്ട് തോന്നി. ഗതികെട്ടാ പുലി പുല്ലും തിന്നും, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ ശരി തന്നെ. എങ്കിലും ഇതിൽ കുറച്ച് എക്സാജറേറ്റഡ് ആയിരുന്നു കാര്യങ്ങൾ, അത്ര റിയലിസ്റ്റിക് ആയിട്ട് വന്നില്ല. അല്ലെങ്കിൽ പിന്നെ സൈറ ബാനുവിലെ മഞ്ജുവാരൊക്കെ പോലെ പതിയെ ഗ്രാജുവലി അത് ശരിയാക്കുന്ന രീതിയിൽ കാണിച്ചാലും കൊള്ളാമായിരുന്നു. അതുപോലെ അവസാനം പുള്ളിയുടെ മെയിൻ വക്കീൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നായകൻ ഇത്രയും വലിയ വാട്സപ്പ് ഫോർവേഡഡ് പോലെയുള്ള മെസ്സേജും ഉപദേശവും ഒക്കെ കോടതിയിൽ വിളിച്ചു പറയുന്നത്, ഇതൊക്കെ കേട്ടുകൊണ്ട് കോടതി ഇരിക്കുവോ എനിക്കറിയില്ല. സോ കോർട്ട് റൂം സീൻസ് അത്ര കൺവിൻസിങ് ആയില്ല. അതുപോലെ ജഗദീഷ് ഒക്കെ വക്കീലായിട്ട് വന്നപ്പോൾ കുറെ എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇതിനെല്ലാം ഒരു മെയിൻ കാരണം ഇവര് പറയുന്നുണ്ട്, അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു എഴുത്തായിട്ട് തോന്നി. അങ്ങനെ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ശക്തമായ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായിരുന്നിട്ട് പോലും അത് പറഞ്ഞ രീതി ഒട്ടും സ്ട്രോങ് ആയില്ല എന്നതാണ് പടത്തിന്റെ പോരായ്മ. സോ ആകമൊത്തം ടോട്ടലിൽ വിഷയമൊക്കെ നന്നായെങ്കിലും മേക്കിംഗ് കൊണ്ടും സെക്കൻഡ് ഹാഫ് കോടതി പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ ദുർബലമായതുകൊണ്ടും കാരണങ്ങൾ പറഞ്ഞതിന്റെ അവ്യക്തത കൊണ്ടും പടം ഒരു ആവറേജ് അനുഭവമായി മാറുകയാണ് ചെയ്തത്. കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്ന ഒരു കഥയായിട്ട് തോന്നി. 2 മണിക്കൂർ 3 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ ഇനി ശരിക്കും കഥയിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാം, അത് സ്പോയിലർ ആണ്. അതുകൊണ്ട് പടം കണ്ടവർ മാത്രം ഇനി അങ്ങോട്ട് കാണുക. ഇവർക്കിത് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നത് മൂലം ഇരയാക്കപ്പെട്ട ഒരു പാവം പുരുഷന്റെ കഥ എന്ന രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു. അതിന് നായികയെ നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കാമായിരുന്നു. പക്ഷേ ഇവർ നായികയെ കൂടി വെളുപ്പിക്കാനായിട്ട് നോക്കി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. ഇതിന്റെ കാരണമായിട്ട് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള പുരുഷ വിദ്വേഷം എന്ന സബ്ജക്റ്റ് ആണ് കാണിച്ചത്. ഈ പുരുഷ വിദ്വേഷം തന്നെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്നതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. അതൊരു മാനസിക അവസ്ഥയായിരിക്കും കുറച്ച് നേരത്തെ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ബാൻഡേജ് പോലെയാണ്. അതിന്റെ ഉള്ളിൽ മുറിവാണോ, പൊള്ളലേറ്റതാണോ, മുറിവ് തന്നെ ആഴത്തിലുള്ളതാണോ, ചെറുതാണോ, ഇനി മുറിവില്ലാതെ ചുമ്മാ ബാൻഡേജ് ഒട്ടിച്ചതാണോ എന്നത് ആ കാരണം അറിയുകയാണ് പ്രധാനം. ഇപ്പോൾ 90കളിലൊക്കെ ഈ പരിപാടി സ്ഥിരമായിരുന്നു. പിടക്കോഴി കൂന്ന നൂറ്റാണ്ടിലെ KPS ലളിത, അല്ലെങ്കിൽ ഗോഡ് ഫാദറിലെ അഞ്ഞൂറാൻ, ഇവർക്കൊന്നും ശരിക്കും പുരുഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള വിദ്വേഷമല്ല, ഏതോ ചില ആൾക്കാരോട് മാത്രമുള്ള ദേഷ്യമായിരുന്നു. അത് ഒളിച്ചു വെക്കാനുള്ള ഒരു മറ അല്ലെങ്കിൽ ബാൻഡേജ് ആയിരുന്നു ഈ വിദ്വേഷം. സോ അതിന്റെ യഥാർത്ഥ കാരണം പറയാനുള്ള ധൈര്യം കാണിക്കണം. ചിലപ്പോൾ അവർക്ക് സെക്സ് പേടിയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ ഇഷ്യൂ ആയിരിക്കാം. എന്ന് വെച്ചാൽ അവര് ഹോമോസെക്ഷലോ അല്ലെങ്കിൽ ബൈസെക്ഷൽ, അതും അല്ലെങ്കിൽ അസെക്ഷൽ ആയിരിക്കാം. ഇതൊക്കെയാണ് പറയേണ്ടത്. ഇതിൽ ചുമ്മാ 2 പെൺകുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ആണ്, അവർക്ക് ഒന്നിച്ച് താമസിക്കണം എന്നൊക്കെ അവിടെ ഇവിടെയും തൊടാതെ കാണിച്ച് ഇവർ കൈ കഴുകുകയാണ് ചെയ്തത്. കാരണം അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. അവരിത് ഒരു ഇച്ചീച്ചി പടം എന്ന രീതിയിൽ കൈ ഒഴിയുമോ
ചെയ്യുമോ എന്ന പേടിയാവാൻ കാരണം. എന്തിനു പേടിക്കണം? 2013 മുംബൈ പോലീസ് ഒക്കെ ഇറക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. ധൈര്യമായിട്ട് പറയണം, ഇത് 2025 അത് ചെയ്യാതെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി. ഒപ്പം ആണുങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ധൈര്യം കാണിച്ചു. സോ കുറച്ച് പുരുഷന്മാർ വന്നിട്ട് ഇത് കണ്ടിട്ട്, കണ്ടോടാ ഇതൊക്കെയാണ് പടം, നീ കേട്ടിട്ടില്ലല്ലോ, അതിനുമുമ്പ് ഈ പടം ഒന്ന് കണ്ടു നോക്ക് എന്ന് ഒരു മാസ് ഡയലോഗ് അവർക്ക് അടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫിലിം മാത്രമായിട്ട് ഉണ്ടാക്കി എന്നാണ് ഫീൽ ചെയ്തത്. ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പടം ഗംഭീരമായി മാറിയേനെ. അത് മിസ്സാക്കി ആഭ്യന്തര കുറ്റവാളിയെ ആവറേജ് കുറ്റവാളിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാണ്.